ഇത് നമ്മുടെ പ്രിയപ്പെട്ട ബിഗ് ബി അമിതാഭ് സാബ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ സിനിമയുടെ ഏറ്റവും പ്രശസ്തനെന്ന് നമുക്ക് ഇന്നും അഭിമാനിക്കാവുന്ന 6 അടിക്ക് മേൽ ഉയരമുള്ള സൂപ്പർ സ്റ്റാർ നമ്മുടെ അമിതാഭ് ബച്ചൻ സാർ, അദ്ദേഹത്തിൻ്റെ മകൻ അഭിഷേക് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് നമ്മുടെ അതിഥി കൂടിയായിട്ടുള്ള നമ്മുടെ അനിൽ നാരായണൻ ചേട്ടന് അയച്ച ക്ഷണക്കത്താണ്. ഇങ്ങനെ അധികം പേർക്ക് അദ്ദേഹം അയച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇന്നും ഇത് നിധി പോലെയാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. ഇതിനി നമ്മുടെ അനിൽ നാരായണൻ ചേട്ടൻ ഇത് തുറന്നു കാണിക്കും. തന്നെ ആരാധിക്കുന്നവർക്കെല്ലാം ക്ഷണക്കത്ത് അയക്കണമെങ്കിൽ അമിതാഭ് ബച്ചന് കോടിക്കണക്കിന് ആളുകൾക്ക് അയക്കേണ്ടി വരും. പക്ഷേ പ്രിയപ്പെട്ട തൻ്റെ അനിലിന് മകൻ അഭിഷേകിൻ്റെയും ലോകസുന്ദരി ഐശ്വര്യ റായിയുടെയും കല്യാണക്കുറി സ്പെഷ്യൽ ഇൻവിറ്റേഷനാണ് അമിതാഭ് ബച്ചൻ അനിലിന് അയച്ചത്. പക്ഷേ ആദ്യത്തെ ആ സീൻ, പോലീസ് സ്റ്റേഷൻ്റെ സീൻ കണ്ടതിന് ശേഷം പ്രാൺ സാർ പറഞ്ഞു ഇദ്ദേഹം ഒരു വലിയ നടനാവും. പക്ഷേ അതാണ് ആ പടത്തിലെ ടേണിംഗ് പോയിൻ്റ്. പിന്നെ അതിൽ മുംതാസ് വരെ നടി റെഫ്യൂസ് ചെയ്തു, കാരണം അവരുടെ കല്യാണം മറ്റായി. അങ്ങനെയാണ് ജയാജി അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൽ അഭിനയിച്ചത്. അന്ന് അവരുടെ കല്യാണം കഴിഞ്ഞില്ല. ഈ പടം ഹിറ്റായ ശേഷമാണ് അവർ ജൂൺ 3 1973 അവർ കല്യാണം കഴിക്കുന്നത്. 1973 റിലീസ് ചെയ്ത സഞ്ജീൽ എന്ന ചിത്രം മുംബൈ ചെമ്പൂരിൽ സഹക്കാർ തിയേറ്ററിൽ 2.25 രൂപയ്ക്ക് ബാൽക്കണി ടിക്കറ്റ് എടുത്ത് കണ്ട നാൾ തുടങ്ങിയ പ്രണയത്തിന് ഇന്നും മധുര 17 പ്രായം. മാഗസീനിൽ അഡ്രസ്സ് കണ്ടു, ആ അഡ്രസ്സ് നോട്ട് ചെയ്തു, 2 കാർഡ് അദ്ദേഹത്തിന് അയച്ചു. ഒന്ന് എൻ്റെയും എൻ്റെ വൈഫിന് അമ്പിളിയുടെ പേരിൽ, പിന്നെ ഒരു മോള് സംഗീതയുടെ പേരിൽ അയച്ചു. അതിൽ ആ എൻവലപ്പിൻ്റെ അകത്ത് എൻ്റെ ഫ്രം അഡ്രസ്സ് ഇട്ടു അയച്ചു. പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്കത് വരുന്ന പ്രതീക്ഷയില്ല. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞ ഉച്ച സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പേപ്പർ വാങ്ങിയ സമയത്ത് 2 എൻവലപ്പ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛന് വേണ്ടിയായിരിക്കും. നോക്കുമ്പോൾ എൻ്റെ പേര്. അപ്പം ബാക്ക് സൈഡ് നോക്കുമ്പോൾ ബച്ചൻ സാറിൻ്റെ. അനിൽ നാരായണന് മോഡലിംഗിലായിരുന്നു പാഷൻ. 15-ാം വയസ്സിൽ കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമായത് 2014. 4 മലയാള സിനിമകളിലും 4 സീരിയലുകളിലും മോഹൻലാലിനൊപ്പം 2, ജയസൂര്യയ്ക്കൊപ്പം ഒരു പരസ്യചിത്രത്തിലും അനിൽ വേഷമിട്ടു. ഞാനിത് തുടങ്ങിയത് 2014 മുതലാണ്. പക്ഷെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 7th or 8th സ്റ്റാൻഡേർഡിലായിരുന്നു മോഡലിങ്ങിൻ്റെ പാഷൻ. അന്ന് അച്ഛനമ്മമാർക്കും പറയാനുള്ള ധൈര്യമില്ല. പറഞ്ഞാൽ അവർ സമ്മതിക്കണം നിർബന്ധമില്ല. കാരണം ഇന്ന് കുട്ടികൾ അവരവരെ ഫ്യൂച്ചർ അവരാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കാലത്ത് എൻ്റെ ഫ്യൂച്ചർ പാരൻസാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ ആ പാഷൻ മനസ്സിൽ വെച്ചു. എനിക്കൊരു ഡിസയർ ഉണ്ടായിരുന്നു, അതെനിക്ക് ചെയ്യണം. പിന്നെ ഏജ് ഒരു നമ്പറാണ്. അനിൽ നാരായണൻ ദുബൈയിൽ ബാങ്കറായിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പറന്നിറങ്ങിയത് 1 ബിഗ് സ്ക്രീനിൽ തിളങ്ങണം, 2 ഇനിയും ബിഗ് ബിയെ നേരിൽ കാണണം. അനിൽ നാരായണൻ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്. ഈ പറയുന്ന കണക്ക് തന്നെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന മഹാനടനെ സ്നേഹിക്കാത്തവരും ആരാധിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളെ മലയാളികളുടെ മനസ്സിലേക്ക് അടുപ്പിച്ച ഒരു നടൻ കൂടിയാണ് അമിതാഭ് ബച്ചൻ, അന്നത്തെ ആ തലമുറയെ. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നമ്മുടെ അനിൽ നാരായണൻ, അദ്ദേഹവും അമിതാഭ് ബച്ചനും ഒക്കെ ഇപ്പം നമ്മുടെ മുമ്പിൽ ഒന്ന് തന്നെയാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.